നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രാർത്ഥിക്കുകയാണ് MT വാസുദേവൻ നായർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഭേദമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നൊരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നപ്പോൾ ആരോഗ്യനില മെച്ചപ്പെടുകയോ മോശമാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് അദ്ദേഹം ഇപ്പോഴും. ഫെലിക്സ് നമുക്കൊപ്പം കോഴിക്കോട്ടെ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, അവിടേക്ക് രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അധികൃതർ ഇപ്പോൾ അറിയിക്കുന്ന കാര്യം എന്താണ്? ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് രണ്ട് മെഡിക്കൽ ബുള്ളറ്റിനുകളാണ് ഇന്ന് വന്നത്. രാവിലെയും പിന്നീട് വൈകുന്നേരം ഏതാണ്ട് 5:30യോടുകൂടിയും. ഈ രണ്ട് ബുള്ളറ്റിനും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ്. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായത്. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, ഒപ്പം തന്നെ ശ്വാസതടസ്സമുണ്ടായി. രാവിലെ നമ്മളോട് ആശുപത്രി അധികൃതർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയോ അല്ലെങ്കിൽ കൂടുതൽ വഷളാവുകയോ ചെയ്തിട്ടില്ല. രാവിലെ എങ്ങനെ ഉണ്ടായി അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ആരോഗ്യാവസ്ഥ എന്നതാണ് ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ കാണാനായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാരുമായും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് MN കാരശ്ശേരി അടക്കം പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ മറ്റ് നേതാക്കൾ ഒക്കെ തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിലായി നമ്മളോട് ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട ആളുകളും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട്, ഒപ്പം തന്നെ മകളുണ്ട്. അവരോടൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാനെത്തുന്ന ആളുകൾ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ പുരോഗതി ഇല്ല എന്നത് തന്നെയാണ്. രാവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയപ്പോൾ എന്താണ് അവസ്ഥ, അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. ഹൃദയസ്തംഭനം അദ്ദേഹത്തിന് അത്